കർണാടകയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായി തെരച്ചിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തി. അതേസമയം GPS സിഗ്നൽ ലഭിച്ച സ്ഥലത്തുള്ള റോഡിലെ മൺകൂനയിൽ ലോറിയില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവസ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയും മണ്ണിടിച്ചിലും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായിട്ടുണ്ട്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. സിജു കണ്ണനുണ്ട്. സിജു, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെയും തെരച്ചിൽ തുടരും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നത്തെ തിരച്ചിലിന് വൈകിട്ട് 7 മണിയോട് കൂടിയാണ് അവസാനിപ്പിച്ചത്. തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ കർണാടക സർക്കാർ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി വാർത്താ സമ്മേളനം നടത്തി കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് ട്രക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിവരം കൈമാറുകയായിരുന്നു. നിലവിൽ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല. 90% മണ്ണ് ഈ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റഡാർ സംവിധാനം ഉപയോഗിച്ച് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പൂർണ്ണമായും മണ്ണ് നീക്കി എന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. റോഡിന് സമാനമായ രീതിയിൽ തൊട്ടടുത്ത രീതിയിൽ അതിന് കൃത്യം വരുന്ന രീതിയിലുള്ള മണ്ണെല്ലാം തന്നെ നീക്കിയിട്ടുണ്ട്. ഇനി ഭാഗത്ത് മണ്ണ് നീക്കുന്നത് അപകടകരമാണ്. കാരണം ഇനിയുള്ള ഭാഗം മലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കൂടി മണ്ണ് കൂടുതൽ നീക്കം ചെയ്താൽ കൂടുതൽ അപകടം ചെയ്യും, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത ഇപ്പോൾ പറയുന്നത് ഈ പുഴയിലേക്കുള്ള ഒരു തിരച്ചിൽ വ്യാപിപ്പിക്കുന്നതിനാണ്. ഈ നിലവിൽ മണ്ണിടിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പരിശോധന തുടരുന്നത് ഈ സൈന്യവുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഒരു സഹായം കൂടി ഈ പുഴയിലുള്ള തിരച്ചിലിന് തേടും. ഗംഗാവാലി പുഴയിൽ ഇദ്ദേഹത്തിന്റെ അർജുൻ സഞ്ചരിച്ച വാഹനമുണ്ടോ എന്നുൾപ്പെടെയാണ് കണ്ടെത്തേണ്ടത്. വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്. മണ്ണ് വീണ സ്ഥലത്ത് അർജുന്റെ വാഹനം ഇല്ലെങ്കിൽ, ട്രക്കില്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇത് പോയിട്ടുള്ളത്? സ്വാഭാവികമായും സംശയമുയരുന്നത് ഗംഗാവാലി പുഴയിലേക്ക് അത് പതിച്ചിട്ടുണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉയരുന്നത്. നാവികസേന കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഈ ഭാഗത്ത് ട്രക്കുണ്ടാകാൻ സാധ്യതയില്ല എന്ന വിവരമാണ് നൽകിയിരുന്നത്. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് ഈ മണ്ണുള്ള ഭാഗത്ത് അകത്തേക്ക് ഒരു വളവുണ്ട്, അവിടെ വാഹനങ്ങൾ സാധാരണ പാർക്ക് ചെയ്യാറുണ്ട് എന്നുൾപ്പെടെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഭാഗത്തു കൂടി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സൈന്യം വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രവർത്തനവുമായി സഹകരിക്കും, ഈ തെരച്ചിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നാണ് സൈന്യം പറയുന്നത്. ഈ നാവികസേനയുടെ കൂടി ഒരു തീരുമാനം അറിഞ്ഞിട്ടായിരിക്കും ഈ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. പുഴയിൽ തിരച്ചിൽ നടത്തണമെങ്കിൽ നിലവിലുള്ള സാങ്കേതിക സംവിധാനം പോരാ, കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പുഴയിലടക്കം പരിശോധന നടത്താൻ പറ്റുന്ന രീതിയിൽ, ആഴത്തിൽ പരിശോധന നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ വേണം. അത് ചെന്നൈയിൽ നിന്നോ പൂനെയിൽ നിന്നോ എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ സൈന്യം നോക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന അത്തരം ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഈ പുഴയിൽ പരിശോധിക്കണമെങ്കിൽ നാവികസേനയുടെ ഒരു തീരുമാനമാണ് വേണ്ടത്. നാവികസേനയുടെ തീരുമാനം ഉണ്ടായാൽ നാളെ തിരച്ചിൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തി എന്തായാലും പൂർണ്ണമായും നിർത്തിയിട്ടില്ല. നാളെ ഈ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 90% മണ്ണ് ഈ ഭാഗത്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്. ഇന്ന് ഈ പ്രദേശത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. സന്ദർശിച്ച ശേഷം തെരച്ചിൽ നല്ല രീതിയിൽ തന്നെയാണ് നടത്തിയത്. ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല എന്നാണ് സിദ്ധരാമയ്യ പ്രതികരിച്ചത്. ഏതായാലും അർജുനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. നാളെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏത് രീതിയിലായിരിക്കും തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമോ എന്നുൾപ്പെടെ കാര്യം നാളെ അറിയാൻ കഴിയും. ഏതായാലും നാളെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.